ഇറക്കം കുറഞ്ഞ ജാക്കറ്റും മാറിൽ കൂമ്പുന്ന യുവത്വം, കവിളുകളുടെ അന്ത്യത്തുടുപ്പിൽ നേർത്ത വിളർച്ച വ്യക്തമാക്കിയിരിക്കുന്നു. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ തോന്നുന്നു. ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്ന് നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിർത്തി. മതി ചേട്ടാ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടി ഇരിക്കും ചേട്ടാ. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഒന്നിങ്ങ് വന്നേ. ഞാൻ പോട്ടെ. നീ പോയി വല്ലതും പഠിക്കരമണി. ചന്ദ്രേട്ടൻ എങ്ങനെയാ വീട്ടിലൊറ്റയ്ക്ക് കഴിയുന്നത്? ചന്ദ്രേട്ടൻ എന്താ ഇനിയും കല്യാണം കഴിക്കാത്തത്? ആർക്കറിയാം. വല്യമ്മാനും വല്യമ്മച്ചും മരിച്ചപ്പം മുതൽ അവൻ ഇങ്ങനെ താന്തോന്നിയായി നടക്കാൻ തുടങ്ങിയത്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നത്? എഴുന്നേറ്റ് പോയി വല്ലതും പഠിക്കു വച്ചേ. ചേട്ടനൊന്ന് ഓഫീസിൽ പോയില്ലേ? എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം? അല്ല, അപ്പച്ചേ പോരും. വൈകുന്നേരം ആവുന്നാ പറഞ്ഞത്. അയ്യടാ, delta d1 by d2 plus delta d3 by d4 is equal to delta.
ഒരു പരീക്ഷ കൂടെ കഴിഞ്ഞു. പഠിപ്പിക്കാത്ത ലെസണിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ അതിന് ആൻസർ എഴുതി. രമണി, ഇത് തെങ്ങേറ്റത്തിന്റെ ബാലൻസ് ഷീറ്റ്. വെട്ടുകാരന്റെ ബാലൻസ് ഷീറ്റ് പുറകെ വരും. സാറിന് എന്ത് പറ്റി? ഇന്നലെ മിന്നാന്നും ചേട്ടൻ എന്താ വരാഞ്ഞ്? ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു. കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ ഫോൺ ചെയ്യാനാണോ? ഞാൻ ചേട്ടനെയല്ലേ വിളിച്ചത്? എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. ഇന്ന് അമ്പലത്തിൽ നിറമാലയല്ലേ? വടക്കയിലെ രാജിയും അവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടാവും. എന്തിനാ ചേച്ചി സാരി ഇങ്ങനെ താഴ്ത്തുന്നത്? ഓടിയിടുന്നു. ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ. ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇതും ചുറ്റിയാണോ വരുന്നത്? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഇല്ല, മോള് പോയി വാ. സുഷമ വരൂ. ഈ വേഷത്തിൽ നീ മനോഹരിയാണ്. ആരും നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി. എന്റെ മാത്രം? രമണി, ഇനി സാരി ചുറ്റി നടക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത്. എന്താ ചേട്ടത്തിമേ, സുഖം തന്നെ? അല്ല, ഇവരോടൊപ്പം വരായിരുന്നില്ലേ? ആ ബോക്സ് ഒക്കെ ഇറക്കണേ.
പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ? 3 ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ. ഇവിടുന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ? ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരു ഇടം വരെ പോണം. ഞാൻ വൈകിട്ട് വരാം. ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വയ്ക്കും സരസ്വതി. ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ? അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡി മമ്മി എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചന്ദ്രേട്ടനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ. ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്.